اللهم صل على محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. وقال النبي صلى الله عليه وسلم يوم في سبيل الله خير من ألف يوم فيما سواه أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ ചിന്തകളെയും നന്മകളാക്കാൻ പരിശ്രമിക്കുന്നതിന് കാരണമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ കുറഞ്ഞ കാലത്തേക്ക് മുമ്പിലേക്ക് അയച്ചു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അയച്ചു. നമ്മളെല്ലാവരും ആ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കും. മരണത്തിന് ശേഷമുള്ള അനന്തമായ ജീവിതത്തിലാണ് മനുഷ്യന്റെ യഥാർത്ഥമായ വിജയപരാജയങ്ങൾ. ഭൂമിയിൽ സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും. ദുഃഖം സ്ഥിരമായിട്ടുള്ളതല്ല, സന്തോഷത്തിലായിട്ടുള്ളത്. പക്ഷെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് സുഖങ്ങൾ എന്നേക്കുമായിട്ടുള്ളതാണ്, ദുഃഖങ്ങൾ എന്നേക്കുമായിട്ടുള്ളത്. സുഖവും ദുഃഖവും ഒക്കെ സ്ഥിരമാണ്. അവിടെ ആരെങ്കിലും വിജയിച്ചാൽ അവൻ വിജയിച്ചു, അവിടെ ആരെങ്കിലും പരാജിതരായാൽ അവർ എന്നേക്കുമായി പരാജിതരായി. അത്ര നീണ്ടു കിടക്കുന്ന മരണമില്ലാത്ത അനന്തമായ ഒരിക്കലും തീരാത്ത ആ ജീവിതത്തിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഭൂമിയിലെ ഈ കുറഞ്ഞ കാലത്ത്. ഇവിടെ എങ്ങനെ ജനിച്ചോ അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ആയിരിക്കും മരിക്കുക. ഇന്നക്കും നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ ആയിരിക്കും മരിക്കുക. നിങ്ങൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെ ആയിരിക്കും നിങ്ങളെ പുനരുദ്ധാരണം ഉണ്ടാവുക. ഇങ്ങനെ മരിച്ചോ അങ്ങനെ ആയിരിക്കും പുനരുദ്ധാരണം. പിന്നെ അതിൽ നന്മ ചെയ്തവർ സ്വർഗത്തിലേക്ക്, തിന്മ ചെയ്തവർ നരകത്തിലേക്ക് മാറ്റപ്പെടുന്നു. സാധാരണ ജീവിതം വളരെ വലിയ വിലയുള്ളതാണ്. ഇതിന്റെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയില്ല. നമ്മൾ സത്യത്തിൽ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തിലേക്കാണ് അടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ വില മനസ്സിലാക്കണം. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും നിർമ്മിതമായ അവധി തന്നിട്ടുള്ള അവധിയിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കണം. അവിടെ നമ്മുടെ ജീവിതത്തിൽ തീരുണ്ടാക്കണം. അല്ലാഹുവിന്റെ വിശ്വാസം ദൃഢമൂലമാണ്, അചഞ്ചലമാവുന്നു. അല്ലാഹുവിന്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ നടത്തുന്നവൻ അല്ലാഹുവാണ്. അവനാണ് നമ്മളെ സൃഷ്ടിച്ചവൻ, അവനാണ് നമ്മളെ പരിപാലിക്കുന്നത്. ഇവരൊരു വാക്കുകളല്ല, ഒരു വാക്കല്ല, ഹഖീഖത്താണ്, യാഥാർത്ഥ്യം. നമ്മളെ സൃഷ്ടിച്ചവൻ അവനാണ്. നമുക്ക് വേണ്ടതൊക്കെ തന്നവനാണ്. നമുക്ക് എന്തറിയാം? നമ്മളതായിട്ടൊന്നുമില്ല, എല്ലാം വേണ്ടതാണ്. ആടിന്റെ താടി മഞ്ഞു നമ്മളോട് ചോദിച്ചിട്ട് വന്നതല്ല. വന്നതാണ് കറപ്പായി കുറച്ചു കാലം ഞങ്ങൾ ഒരുക്കാൻ തുടങ്ങി. നമ്മളോട് ചോദിച്ചിട്ട് വരുന്നതല്ല. നമ്മളൊരു കാര്യം ഞങ്ങളോട് ചെയ്യില്ല. നമ്മളതായിട്ടൊന്നുമില്ല. നമ്മളെല്ലാവരുടെ അടിമകൾ മാത്രമാണ്. നമ്മളെല്ലാവരുടെ അടിമകൾ മാത്രം. സാധാരണ അല്ലാഹുവാണ് നമ്മളെ സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ. നമുക്ക് വേണ്ടതൊക്കെ തരുന്നവൻ അവനാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ജീവിക്കുന്നവനാണ്. നമ്മളെ വെള്ളത്തിന് അളവ് ജീവിക്കുന്നവൻ അവനാണ്. എത്ര വെള്ളം കുടിക്കണം, എവിടെ കുടിക്കണം, എങ്ങനെ കുടിക്കണം, ഫുള്ള് രേഖപ്പെടുത്തി വെച്ചേക്കാൻ. ഒരു മനുഷ്യൻ ചെയ്യുന്ന ആഹാരം ഒരു ധാന്യവുമില്ല. അതിന്റെ കൂടെ തിന്നുന്നവന്റെ പേര് എഴുതിക്കല്ലായിരുന്നു. നമ്മൾ വിചാരിക്കാൻ നമ്മളതാണ്, നമ്മൾ വാങ്ങി നമ്മൾ തിന്നുന്നില്ല.
ഉള്ളതുകൊണ്ടാകുന്ന മത്തക്കന്റെ മൂലം നമ്മളെ പേര് പീസിനെ കൊണ്ട് പേര് പീസ് കഴിക്കാൻ നിയന്ത്രണത്തിലാണ്, ഡിസ്കൗണ്ട് നിയന്ത്രണത്തിലാണ്, സംരക്ഷണമാരുടെ നിയന്ത്രണത്തിലാണ്. അവൻ ജീവിപ്പിക്കാനാണ്, അവൻ മരിപ്പിക്കണം. മരിക്കാനും കൂടി നമുക്ക് സന്തോഷമില്ല. നമ്മൾ മരിക്കാൻ നമ്മൾ മരിക്കാൻ നമ്മൾ മരിപ്പിക്കാൻ ആണ്. മരിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ ജീവിപ്പിക്കുന്നവനാണ്. ജീവിപ്പിക്കുന്നവനവൻ മരിപ്പിക്കുന്നവനവൻ. അതിനിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിനിടെ നടക്കുന്ന കാര്യം ആരെയാണ്? ഓരോ കാര്യം പറയാം. കച്ചവടത്തിന്റെ കാര്യങ്ങൾ എത്ര കച്ചവടക്കാരുണ്ടായിരുന്നു? കച്ചവടത്തോടെ ലാഭം കിട്ടാനായാലും കിട്ടണ്ടേ? ഞാൻ മേടിച്ചു കച്ചവടം ചെയ്തിട്ടില്ല പറയും. ഞാനില്ല തരുന്നവൻ അല്ലാഹുവാണ്. നഷ്ടം തരുന്നവൻ അല്ലാഹുവാണ്. നമുക്ക് വീട്ടിൽ ഒന്നുമില്ല. നമ്മളെ തൽക്കാലം ജീവിക്കാൻ മാത്രം. വിവാഹം കഴിച്ചാൽ കുട്ടികളുണ്ടാവും. അതാണ് നമ്മുടെ ഉസൂൽ. ഇത്ര ആൾക്കാരെ കല്യാണം കഴിച്ച് കുട്ടികളില്ല. ആർക്കെങ്കിലും സമരം ഉണ്ടാവും. ഒന്നുമില്ല. ചിലർക്ക് കുട്ടികളെ മാത്രം കൊടുക്കില്ലേ. ആൺകുട്ടികൾക്ക് വേണ്ടി പഴയ പരിശ്രമങ്ങളില്ല. ചിലർക്ക് ആൺകുട്ടികൾ മാത്രം കൊടുക്കില്ലേ. ഒന്നും ചെയ്യാൻ കഴിയില്ല. ആൺകുട്ടി തീരുമാനിക്കണമെന്നുണ്ടാവും, പെൺകുട്ടി തീരുമാനിക്കണമെന്നുണ്ടാവും, കുട്ടികൾ വേണ്ട തീരുമാനിക്കണമെന്നുണ്ടാവും. ഫുള്ളൊക്കെ നമുക്കെന്ത് നിയന്ത്രണം അവിടെ ഉള്ളത്? അവൻ ഉദ്ദേശിച്ചത് അവൻ സൃഷ്ടിക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് അവൻ ആൺകുട്ടികളെ കൊടുക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് പെൺകുട്ടികളെ കൊടുക്കുന്നു. അവൻ ഉദ്ദേശിച്ചത് ആണിന് പെണ്ണിനെ കൊടുക്കുന്നു. അവൻ ഉദ്ദേശിച്ചവരെ വന്യകളാക്കി കളിക്കുന്നു. നമുക്കെന്ത് ബന്ധം? ഒരു ബന്ധമില്ല. ഒരു കുട്ടിക്ക് കണ്ണിന് കാഴ്ച കൊടുത്തില്ല. ആരെ കണ്ടത്? ഒരു കുട്ടിയുടെ കാലിനൽപ്പം കുറഞ്ഞു പോയി. ആരെങ്കിലും ചീത്ത പറയും. നീ എന്താ പറഞ്ഞ കുട്ടിക്ക് കാലോടൊപ്പം ശ്രദ്ധിക്കട്ടെ ഉമ്മാനിപ്പാൻ ആരും ചീത്ത അറിയില്ല. ആർക്കൊരു അവകാശമില്ല, ഒന്നുമില്ല. എന്നാ കുട്ടി തിന്നാൻ തുടങ്ങേണ്ടത് തീരുമാനിക്കണം. അള്ളാഹു പറഞ്ഞു കുട്ടിക്ക് എന്ത് പല്ല് വരും നമുക്ക് വാക്കുകൾ തീരുമാനിക്കാൻ അധികാരമില്ല. പിന്നെന്താ നമ്മളെ റോഡിലൂടെ നമ്മുടെ റോഡ് അല്ലാന്നനുസരിക്കൽ വേറെ ഒരാളെ മരിപ്പിക്കണം. മരിപ്പിക്കണമെന്നോ സ്നേഹത്തിലുള്ള ഒരു ഭാര്യ ഭർത്താവിനെ പോയി എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്താർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോയി വാഹനം കൊണ്ടേക്ക് പോയി, മാള് കൊണ്ടേക്ക് പോയി. ഫുള്ള് നിയന്ത്രണം വന്നാൽ പിന്നെ എന്താ നമ്മുടെ വെറുതെ പറയാൻ ഞാൻ എന്തൊക്കെയാണ്? ഇതന്നെയാണ് അല്ലാഹു പറഞ്ഞത്. ഇതിനാണ് കെലിമെല്ലാം പറഞ്ഞത്. അല്ലാണ്ട് ഇവിടെ സുമേഷ് സെബാസ്റ്റ്യനും ഒക്കെ ജീവിക്കുന്നുണ്ട്. അതേപോലെ ജീവിക്കാൻ വന്നത് നമ്മളും. അവര് പറയും മഴ ആകാശമാണ് വരുന്നത്, ദൈവം തമ്പുരാനാണ് മഴ തരുന്നത്, കുട്ടികളെ തന്നെ ദൈവം തമ്പുരാനാണ്. അത് മാത്രമല്ല നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. സൃഷ്ടിക്കുന്നവൻ അല്ലാഹു, സംരക്ഷിക്കുന്നവൻ അല്ലാഹു. നമ്മളെ കയ്യിലൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാണ്ടത്. അല്ലാഹു അല്ലാത്തതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ഏകനായ അല്ലാഹു. ഒരു ഖാലിഖ് മാത്രം. മഖ്ലൂഖുകൾക്ക് സ്വന്തമായി അനങ്ങാൻ പോയി കഴിയില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് താഴെ എന്തെല്ലാം സൃഷ്ടികളുണ്ടോ ഒന്നും കഴിയില്ല. ഒരു എല്ലാ അനുഗ്രഹിക്ക് റബ്ബിന്റെ അനുവാദമാണ്. ആലോചിക്കും, എത്ര വലിയ രാജാധികാരിയാണ് അല്ലാഹു, എത്ര വലിയ മാലിക്കുൽ മുലൂക്കാണ് അല്ലാഹു, അധികാരികളുടെ അധികാരിയാണ് അല്ലാഹു, എത്ര വലിയ സംരക്ഷകനും എത്ര വലിയ ആധിപത്യത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. ഒരു എല്ലാ അനുഗ്രഹിക്ക് ആരോട് ചോദിക്കണം? ഒരു എല്ലാവരും വീണെങ്കിൽ അള്ളാന്റെ അനുവാദമാണ്. കൺട്രോളാണ് അല്ലാഹു. ഈ അള്ളാഹുവിനാണ് ഞാൻ നിങ്ങൾ പറ്റിക്കാൻ വിചാരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് ഞാൻ നിങ്ങൾ കാര്യങ്ങൾ നടത്തുന്നു പറയുന്നത്. എത്ര വലിയ ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ വാക്കാണ് ഞാനാണ് നടത്തുന്നത് പറയുന്നത്. ഞാനില്ലെങ്കിൽ എന്റെ കച്ചവടം നടക്കൂല, ഞാനില്ലെങ്കിൽ എന്റെ മക്കളെ നോക്കാൻ പറ്റൂല. നാളെ മനുഷ്യരെ വരുമ്പോൾ അറിയാം നീ ചെറിയ കെലിമയുടെ യാഥാർത്ഥ്യം എന്താണ്. ഇതിനാണ് കെലിമയുള്ളത്. അബൂലഹബിന്റെയും അബൂജഹലിന്റെയും
ഫിറഔനെയും ഖാറൂനെയും ചിന്ത ഇതെന്നായിരുന്നു, ഞങ്ങളാണ് കാര്യങ്ങൾ നടത്തുന്നത്, ഞങ്ങളാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഉണ്ടാക്കിയത് ഞങ്ങളാണ്, ആൾക്കാർക്ക് അവകാശമില്ല. കാര്യങ്ങൾ നടത്തുന്നത് ഞങ്ങളാണെന്നാണ്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞാൽ പറ്റില്ല. ഞാനും കൂടെ തന്നെ പറയുന്നത്, ഞാൻ വീടിലേക്ക് ഞാനാണ് എന്റെ കുട്ടികളെ നോക്കുന്നത്. അക്രമത്തിന്റെ വാക്ക്. കുട്ടിക്ക് രോമം കൊടുത്തത് നീയാണോ? കുട്ടിക്ക് കണ്ണു കൊടുത്തത് നീയാണോ? കുട്ടിക്ക് നഖം വളർത്തത് നീയാണോ? കുട്ടി തിന്നുന്നത് നീയാണോ? കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാതെ നീയാണോ? ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാക്കുന്നവൻ ആരാണ്? അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ ഫദൽതും തഫക്കറൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ. ഖുർആൻ ഇത്ര നല്ല ചോദ്യമാണ് അല്ലാഹു ചോദിക്കുന്നത്. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങളാണോ ഈ ഉത്പാദനം നടത്തുന്നവൻ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, കൃഷി നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് ഉത്പാദന വിളവുകൾ ഉണ്ടാക്കുന്നവൻ നിങ്ങളാണോ അതോ നാമാണോ? അല്ലാഹു ചോദിക്കാൻ. ചെമ്മിൽ തേങ്ങ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? തണ്ണിമത്തന്റെ വത്തക്കന്റെ വള്ളിയിൽ വത്തക്ക ഉണ്ടാക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? പഴത്തിൽ കൊല ഉണ്ടാക്കുന്നത് ഞാനാണോ നിങ്ങളാണോ? ഭൂമിയുടെ അടിയിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? നെല്ലിൽ അരി തരുന്നവൻ ഞാനാണോ നിങ്ങളാണോ? നിങ്ങൾക്ക് വഴി നിങ്ങൾ കൊണ്ടുപോയി أنتم تزرعونه ونحن زارعون لو نشاء لجعلناه حطاما. ഞാമെന്നാണ് വിചാരിക്കുകയാണെങ്കിൽ അതിനെ പതിരുകളാക്കി കളയും, അതിനെ പൊറ്റയാക്കി കളയും, അതിനെ ഒന്നിനും പറ്റാത്തതാക്കി കളയും. ആര് പറയണം? അല്ലാഹു പറയണം. ഈ കൃഷി ചെയ്തു ഒന്നും തരണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഒന്നും തരണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങും, ഞങ്ങൾ കടക്കാരായി പോയി. അത് മാത്രമേ എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞങ്ങൾ കടക്കാരായി പോയി, കച്ചവടം ചെയ്തു ഞാൻ പൊട്ടിപ്പോയി, കൃഷി ചെയ്തു ഞാൻ പൊട്ടിപ്പോയി. അല്ലാഹു പറയാണ്, നിങ്ങൾ പൊട്ടിയതല്ല, നാം നിങ്ങൾക്ക് തടഞ്ഞു വെച്ചതാണ്. ഞാൻ തരണ്ടെന്ന് തീരുമാനിച്ചാണ്. നമ്മൾ ഫുള്ളൊക്കെ നിയന്ത്രണത്തിലാണ്. നമ്മളെ തള്ളത് നമ്മളെ പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ലത്. നമ്മൾ പോലും നമ്മുടെ നിയന്ത്രണത്തില. പിന്നെ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതാണ് അല്ലാഹു പറഞ്ഞത്. കാര്യങ്ങൾ നടത്തുന്നത് ആരാണ്? അല്ലാഹുവാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നമ്രൂദ് സംസാരിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ റബ്ബാരാണ് നിങ്ങൾക്കറിയോ? എന്നെ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ അവനാണ്. ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവനാണ്. എനിക്ക് ഭക്ഷിപ്പിക്കണോ എനിക്ക് കുടിപ്പിക്കണോ ആരാണ്? ആര് പറഞ്ഞു? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങൾ പറഞ്ഞത് ഭാര്യക്ക് ഭക്ഷിപ്പിക്കണത് ഞാൻ, കുട്ടിക്ക് തിരിപ്പിക്കണത് ഞാൻ. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അവനാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത്, എന്നെ കുടിപ്പിക്കുന്നവൻ അവനാണ്. എനിക്ക് രോഗമായാൽ എന്റെ രോഗം മാറ്റി തരുന്നവൻ ആരാണ്? എനിക്ക് രോഗമായ രോഗം മാറ്റി തരുന്ന ആരാണ്? എന്നെ ജീവിപ്പിക്കണവനാണ്, എന്നെ മരിപ്പിക്കണവനാണ്, എനിക്ക് ഭക്ഷണം തരുന്നവനാണ്, എന്നെ കുടിപ്പിക്കണവനാണ്, എനിക്ക് രോഗം വന്ന ശിക്കാക്കി തരുന്നവനല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് യക്കീനുണ്ടാണോ? ഞാനും നിങ്ങളും തെറ്റായ വിശ്വാസം ജീവിക്കാൻ, ഭാര്യ എന്റെ ചുമതല, മക്കളെ കൊല്ലണം ഞാൻ, വീടുണ്ടാക്കണം ഞാൻ, കച്ചവടം നടത്തണം ഞാൻ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് അള്ളാഹിനെ അനുസരിക്കാൻ അനുസരിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ഭാര്യനെ നോക്കണം, അവിടെ കച്ചവടം ചെയ്യാന്, ഞാൻ ഇട്ടേച്ചു പോയ എന്റെ ഭാര്യ മക്കളും പട്ടിണിയാവും, അവിടെ നിസ്കാരമൊക്കെ ശരി തന്നെയാണ്, അള്ളാഹ് വിളിച്ചത് തന്നെയാണ്, ശരി തന്നെയാണ്. അള്ളാഹ്ക്ക് അറിയുന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയും. അതിനാണ് അള്ളാഹു മനുഷ്യരെ വെച്ചത്. ഞങ്ങൾക്ക് മനസ്സിലാണ് അവിടെ അറിയാം. അള്ളാഹ്ക്ക് അറിയില്ല. സന്മനസ്സന്മാരെ എന്നോട് നിങ്ങളോട് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാനാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചോ, നിങ്ങളുടെ കാര്യം ഞാൻ നടത്തി തരാം. റിസ്കിന്റെ കണക്ഷൻ അള്ളാഹു ആകാശവുമായി ബന്ധിപ്പിച്ചതാണ്. റിസ്കിന്റെ കണക്ഷൻ ഭൂമിയൊക്കെ വെച്ചില്ല, റിസ്കിന്റെ കണക്ഷൻ ആകാശവുമായി. നിങ്ങളുടെ റിസ്ക് ആകാശത്തിലുള്ളത്. എന്തിനാണ് അറിയാൻ പറഞ്ഞത്? ഭൂമിയാവും നിങ്ങൾക്ക് തോന്നാൻ സാധ്യത നമുക്ക് എവിടെയെങ്കിലൊക്കെ പിടിച്ച് വാങ്ങിയെടുക്കാം. അവിടെ അള്ളാഹു എവിടെ വെച്ചത്? നിങ്ങൾക്ക് ഒരു നിലയിലും ബന്ധമില്ലാത്ത, നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ വലിയ തമ്പുരാക്കന്മാരുണ്ടല്ലോ, ശാസ്ത്രജ്ഞന്മാർ, അവർക്കും ബന്ധമില്ലാത്ത സ്ഥലമാണ് എന്ത്? ആകാശം. അതുകൊണ്ട് അവിടെ വെച്ചത് ഞാൻ
നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണ്. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതും എവിടെയുള്ളത്? ആകാശത്തിലാണുള്ളത്. ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. സത്യം ചെയ്യുന്ന ആളാരാ? സത്യം ചെയ്യാൻ. നിങ്ങൾക്ക് പറയുമ്പോൾ സത്യം ഇയാൾക്കെന്താ തെറ്റിപ്പോയിനോ? ഇല്ല. ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. തീർച്ച നിങ്ങളുടെ റിസ്ക് ആകാശത്തിലാണെന്നുള്ളത് ഹക്കാണ്. എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട കാര്യമല്ല വഴി. അത് യാഥാർത്ഥ്യമാണത്. നിങ്ങൾ സംസാരിക്കുന്ന പ്രകാരം സത്യമാണോ? അപ്രകാരം സത്യം. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിട്ടുണ്ട്. എവിടുന്ന സംസാരം വരുന്നത്? അമാശയത്തുന്നല്ലേ വൻകുടലിന് ചെറുകുടലിന് എവിടുന്ന വരുന്നത്? ശബ്ദങ്ങൾ വരുന്നുണ്ട്, അക്ഷരങ്ങൾ വരുന്നുണ്ട്. അറബി പറയുന്നത്, മലയാളം പറയുന്നത്, ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരിക്കുമ്പോൾ ഈ ആഴ്ച ഓർമ്മ വിചാരിച്ചിരുന്നതല്ല, വരികയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളെ റിസ്ക് തരുന്നു. എത്ര നല്ല വാക്കാണ്. وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون. നിങ്ങൾ സംസാരിക്കുന്നത് അപ്രകാരം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലയോ? അപ്രകാരം റിസ്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഞാനായിട്ട് ബന്ധപ്പെട്ടതാണ്. ആണല്ലോ ചെറിയ കുട്ടിന്റെ അപ്പം തന്നെ ആ കുട്ടിക്ക് വേറെ ഒന്നും പറ്റില്ല. അവിടെ ആ കുട്ടിക്ക് പറ്റിയ പാലിനെ ആര് തത്തിവാക്കിട്ട് ഉമ്മക്ക് കഴിവില്ലേ? ഉമ്മക്ക് കഴിവില്ല. ഡോക്ടർ കഴിവുണ്ടോ? ഭർത്താവിന് കഴിവുണ്ടോ? ആർക്കും കഴിവില്ല. ചില കുട്ടികൾക്കൊന്നും പാലില്ലാവില്ല. ചില സ്ത്രീകൾക്ക് ഡോക്ടറെ കാണിക്കും പാലിന്. അപ്പൊ ഡോക്ടർ ഉണ്ടാക്കി തരാൻ പറയും. പക്ഷെ അടുത്ത കേസുകൾ നമുക്ക് പാലില്ല. ലാക്ടോജൻ 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. ആര് ആയി തരുന്നതാണ്? ആദമിന്റെ മോനെ, നിന്റെ കാര്യം ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കാണുന്നില്ലേ? قدرت لك غرقين رقيقين ينبعان لك لبنا خالصا باقيا في الشتاء وباردا في الصيف. قدرت لك غرقين رقيقين നേരിയ രണ്ട് നിരമ്പുകളെ നിങ്ങൾക്ക് ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. നേരിയ രണ്ട് നിരമ്പുകൾ നിന്റെ മാതാവിന്റെ മാറിടത്തിൽ നിനക്ക് വേണ്ടി ഞാൻ സംവിധാനം ചെയ്തതാണ്. സംശുദ്ധമായ പാലിനെ അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ആര്? തണുപ്പ് കാലത്ത് ചൂടുള്ളത്, ചൂട് കാലത്ത് തണുപ്പുള്ള പാല്. അവിടെ വെച്ചിട്ടില്ല. സിസ്റ്റം അതാണ്. കുട്ടിക്ക് ചെറുതായിട്ട് വരുന്നതിന്റെ പാൽ ആ നിരമ്പിൽ പാലിന് സംവിധാനം ഉണ്ടാക്കാണ്. എവിടുന്ന പാല് നമ്മുടെ തലയിൽ കുറെ പാല് വെച്ച് കൊടുത്തില്ല. ഇങ്ങനെ പൈപ്പ് പോയി വരുന്നല്ല. കുട്ടിക്ക് പറ്റിയ പാല് ലാക്ടോജൻ സിസ്റ്റം ഉണ്ടാവും. ലാക്ടോജൻ ഒരു കമ്പിന്റെ പേരല്ല. ഇവിടെ അറിയാതെ 1, 2, 3 അവിടെ 0 കണ്ടാൽ മതി. അത് ഓരോ മാസത്തിനനുസരിച്ചാണ് അവർ തർത്തീവാക്കുന്നത്. 6 മാസമായ ഇതാണ്, 10 മാസമായ ഇതാണ്, ഒരു കൊല്ലായ ഇതാണ്. അതിന്റെ കണ്ടൻസിൽ വ്യത്യാസം ഉണ്ടാവും ആ ബോക്സിൽ. കാരണം ആ വയസ്സായ കുട്ടിക്ക് ഇന്ന മോശങ്ങളാണ് വേണ്ടിയെന്ന് ഒരു കണ്ടന്റ് എപ്പോൾ ചെയ്യാനില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. പക്ഷെ ഒരമാക്കി എഴുതുന്നുണ്ട് പാലിനും വ്യത്യാസങ്ങളുണ്ട്. ആധുനിക സയൻസ് അത് സ്ഥിരപ്പെടുത്തി കഴിഞ്ഞതാണ്. ഒരു ആഴ്ച ആയ കുട്ടിന്റെ പാലല്ല ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ അമ്മ കൊടുക്കുന്നത്. 3 ആഴ്ച കഴിഞ്ഞ കുട്ടിക്ക് കൊടുക്കുന്നത്, ഒരു മാസമായ കുട്ടിക്ക് ഈ 1ാമത്തെ ആഴ്ച കൊടുത്ത പാലല്ല കൊടുക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ ആ അമ്മന്റെ പാലിന് വ്യതിയാനം വരുത്തില്ലേ? ആര്? ഉമ്മയാണോ വാപ്പയാണോ? അല്ല. ആകാശത്തിലാണുള്ളത്. ആകാശത്തിന്റെ ഉടയവൻ അതിനെ തട്ടിയുണ്ടാക്കാണ്. നിനക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ ഒരാൾക്കും മതി. പിന്നെ നീ ആരോഗ്യം ആഫിയത്തൊക്കെ ആയപ്പോൾ നിന്റെ കാര്യം നിനക്ക് മതി എന്ന് തോന്നാണ്. എന്നൊരു നിർവാഹമില്ല.
എന്നൊരു നിർവാഹമില്ല. സൂറത്ത് ഹജ്ജിൽ അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം പറയുന്നു. സൂറത്ത് ഹജ്ജിൽ ബീജത്തിൽ നിന്ന് പിന്നെ അതിനെ രക്തക്കട്ടയാക്കി, പിന്നെ അതിനെ മാംസക്കട്ടയാക്കി, പിന്നെ അതിനെ എല്ലുകൊണ്ട് പൊതിഞ്ഞു, ഇറച്ചി മാംസം കൊണ്ടായ എല്ലിനെ പൊതിഞ്ഞു, പിന്നെ വേറെ രൂപത്തിലാക്കി. മനുഷ്യനെ അതിനെ സിസ്റ്റം ഉണ്ടാക്കി. 4 മാസം കഴിയുമ്പോൾ പിന്നെ അത് എത്ര കാലയളവ് കഴിഞ്ഞു. കുട്ടിയായിട്ട് പുറപ്പെടുവിച്ചു. വരാനുള്ള വഴിയല്ല, വെറുപ്പാക്കി. 3 കിലോയുടെ കുട്ടീനൊക്കെ അള്ളാഹു വളരെ ഇടുങ്ങിയ വഴിയിലൂടെ എളുപ്പത്തിലാക്കി പുറത്തേക്ക് കൊണ്ടുവരാണ്. തലന്റെ കുട്ടി ഭയങ്കര കനള്ളതാണ്, ഭയങ്കര ഉറപ്പുള്ളതാണ്. തലന്റെ കുട്ടി അനുകൂല. പക്ഷെ അള്ളാഹു തലയൊട്ടിനെ സെറ്റ് ആക്കുന്നത് ഗർഭാശയത്തിനല്ല. ഭൂമിയിലൊന്നില്ല സെറ്റാക്കി. എന്തുകൊണ്ട്? വരവിനെ നാം എളുപ്പാക്കി ആര് പറഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് എളുപ്പമായിട്ട് ആ തലങ്ങനെ കോവിച്ച് ഇങ്ങനെ വരണം. ഇവിടെ വന്നിട്ട് സെറ്റാക്കാണ്. ഇതൊക്കെ ആരുടെ കയ്യിലുള്ളൂ? ആരുടെ കയ്യിലുള്ളൂ? ഒന്നാമത് കയ്യിൽ. അതല്ലാത്ത ഒരാളൊന്നും കയ്യിലുമായി, അതല്ലാത്ത ഒരാളോടൊന്നും കഴിയില്ല. പിന്നെ ഇങ്ങനെ കടുക്കുകയാണ്. കമന്നെടുക്കാൻ പറ്റില്ല. പിന്നെ കുറെ കഴിഞ്ഞാൽ കമന്നെടുക്കും. പിന്നെ മുട്ടും പൊന്തും വിരിക്കും. ഓരോ പടികളും നമുക്കറിയാം. കുട്ടികളെ 1 സ്റ്റെപ്പ് വെച്ചു, 2 സ്റ്റെപ്പ് വെച്ചു, ഓടാൻ തുടങ്ങി. കുറച്ചു കാലൊക്കെ കഴിയുമ്പോൾ അവൻ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. ബിടെക്, എംടെക്, BBA, MBA എന്ന കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പോൾ കൊണ്ട് തോന്നുന്നു ഞാനൊരു കൊച്ചല്ലാവ് വായിച്ചത്. കാര്യങ്ങളൊക്കെ ഫുള്ള് നടത്തുന്നതാണ് ഞാനാണ്, അതിന് കറക്കണ ഞാനാണ്, ഇങ്ങനെ കറക്കണത്, അത് ഇത് ഗാലക്സി, നക്ഷത്രം, ആന, കുതിര എന്നൊക്കെ പറഞ്ഞ ഭൂമി കൂടെ നൽകാൻ ഉള്ളതെല്ലാം കുഴപ്പമൊന്നുമില്ല. ആയിക്കോട്ടെ പോട്ടെ. കുറച്ചും കൂടി കാലം ഇങ്ങനെ കഴിഞ്ഞാൽ അന്ന് നിന്റെ മലമൂത്ര വിസർജനം നിനക്ക് ചെയ്യാൻ പറ്റില്ല. ഉമ്മ കൈകാര്യം ചെയ്യണം. നിനക്ക് സ്വന്തമായിട്ട് തിന്നാൻ പറ്റില്ല. സ്വന്തമായിട്ട് തിന്നാൻ പറ്റില്ല. ബാക്കിയുള്ള പശുവിന്റെ കുട്ടി വരെ അവിടെ പോയിട്ട് സ്വന്തമായിട്ട് കുടിക്കും. മനുഷ്യന്റെ കുട്ടി സ്വന്തമായിട്ട് എടുത്തു കുടിക്കോ? ആര് വെച്ചുകൊണ്ടാണ്? അങ്ങനൊക്കെ കാലം കഴിഞ്ഞു. അത്യാവശ്യം ആരോഗ്യ സാമർത്ഥ്യമൊക്കെ ആയി. ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ 70, 80 ഇങ്ങനെ പിന്നെ താഴ്ത്തേക്ക് വന്ന് ആയുസിന്റെ അങ്ങേ അറ്റത്തൊരവസ്ഥയിലേക്ക് നാം നിന്നെ കൊണ്ടെത്തിക്കും. നിനക്കെല്ലാ കാര്യത്തെ കുറിച്ചും അറിവുണ്ടായതിനു ശേഷം ഒരറിവുമില്ലാത്ത അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിക്കും. സെയിം കുട്ടികളുടെ അവസ്ഥയ്ക്ക് പിന്നെ ചോദിച്ചുകൊടുക്കും. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. മൂത്രിക്കന്റെ എവിടെയെന്ന് അറിയില്ല, കാർഷികന്റെ എവിടെയെന്ന് അറിയില്ല, തിന്നേണ്ടത് എന്താണെന്ന് അറിയില്ല, സ്വന്തമായിട്ട് തിന്നൂല. ഇതിന്റെ ഇടയിലുള്ള ചെറിയ പത്രത്തിൽ ചെറിയ കാലയളവിൽ നിനക്ക് സാമർത്ഥ്യം ബുദ്ധി ഞാൻ തന്നപ്പോ നീ എന്നെ അവഗണിച്ചു, ധിക്കരിച്ചു. നീ നിന്റെ സ്വന്തം കഴിവിലും യോഗ്യതയും വിശ്വസിച്ചു. എന്നിട്ട് എന്നെ നീ അവിശ്വസിച്ചു. സമ്പത്ത് കുഴപ്പമില്ല. സ്വന്തമായി സമ്പത്തിന് ഒരു പ്രശ്നമില്ല. സമ്പത്തുള്ളവന്റെ ഈമാനില്ലായ്മയാണ് പ്രശ്നം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സമ്പത്ത് മോശമാണ്. അല്ല, സമ്പത്ത് നല്ല തന്നെയാണ്. നല്ലോടെ കയ്യിൽ കിട്ടിയത് സമ്പത്ത് മോശമാണ്. മോശമുള്ള കയ്യിൽ കിട്ടിയത്. ഈമാനുള്ളവരുടെ സമ്പത്ത് നല്ലതാണ്. ഈമാനില്ലാത്ത സമ്പത്ത് മോശമാണ്. ആളുടെ കയ്യിൽ സമ്പത്തുണ്ടായി, അതെല്ലാ വസ്തുക്കളും സ്വീകരിക്കാൻ തുടങ്ങി. അവസാനം പണം വരുമ്പോൾ മനക്കെന്തൊക്കെ തോന്നാൻ തുടങ്ങി. അവസാനം കാറ് പറഞ്ഞു. കാറ് ഭയങ്കര ആഡംബര അലങ്കാരത്തോടു കൂടി മാർക്കറ്റിൽ ഇറങ്ങി. ഖുർആൻ ഞാൻ പറയലതൊന്നും ആഡംബര അലങ്കാരത്തോടു കൂടി ഒരു മാർക്കറ്റിൽ ഇറങ്ങി. ആഭരണങ്ങളും വലിയ വലിയ രഥങ്ങളും പീഠങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പിൽ മുമ്പ് അങ്ങാടി കൂടെ ഇങ്ങനെ ഒരു റൂട്ട് മാർച്ച്. അങ്ങനെ ആൾക്കാരൊക്കെ കണ്ടു കാറിന്റെ സമ്പത്തും അതിന്റെ കഴിവുകളൊക്കെ. ആളുകൾ പറഞ്ഞു പോയി, കാറിന് നൽകപ്പെട്ട പോലെ അമുക്കും തന്നിരുന്നെങ്കിൽ ഇത്ര നന്നായി. ബോഡി കാണുമ്പോഴും ബെൻസ് കാണുമ്പോഴും പിന്നെ ആകെ കാണുമ്പോൾ നേരം തോന്നുന്ന ആർക്ക് നമുക്ക് തോന്നുന്ന വട്ടിക്കാരൻ, ലോൺ എടുത്തവൻ, ബാങ്കിൽ കൂട്ടിയിട്ട് ഓടിയിട്ട് നടക്കുന്നവരെ കണ്ടിട്ട് ഞാൻ എന്ത് തോന്നാൻ നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അവസാനം കുട്ടി പാളീസായി വാപ്പസുണ്ടാവുന്നവരും കിട്ടാതിരുന്നത് ആൾക്കാർ പറഞ്ഞു.
ആള് പറഞ്ഞു അധികാരത്തിന്റെ അഹങ്ങളും സമ്പത്തും കൈകളിൽ നിന്നപ്പോ കാളൂർ ഓട്ടോമാറ്റിക് പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ഈ അള്ളാഹു നിന്നോട് ഉപകാരം ചെയ്ത പോലെ ഈ ജനങ്ങളോട് ഉപകാരം ചെയ്തു. അതിൽ കാളൂറിന് പറ്റില്ലേ? അള്ളാഹു ഉപകാരം ചെയ്തു. ഞാൻ എന്റെ ടെക്നോളജി വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാൻ എന്റെ ഇങ്ങോട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ MBA പഠിച്ച് വെറുതല്ല. ഞാൻ ബിടെക് കഴിഞ്ഞത് വെറുതല്ല. ഞാൻ MTech കഴിഞ്ഞ, ഞാൻ MPhil കഴിഞ്ഞത് വെറുതല്ല. ഞാൻ റിസർച്ച് ചെയ്തത് വെറുതല്ല. ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ അധ്വാനിച്ചിട്ട് ഞാൻ എന്റെ യോഗ്യത, എന്റെ കഴിവ്, എന്റെ സാമർഥ്യം വെച്ച് നേടിയെടുത്തതാണ് പറഞ്ഞു. തീരെ ഇഷ്ടമില്ല. അള്ളാഹു തീരുമാനിച്ചു അവന്റെ കോട്ട കൊത്തളങ്ങളെയും താഴ്ത്തി കളഞ്ഞു. അത് ഏതോ രാത്രി ആരും കാണാതെ താഴ്ത്തിയതല്ല, രഹസ്യമായി താഴ്ത്തി. കാറൂൺ എങ്ങനെ ബിരിയാണി വരെ ഭൂമി വിഴുങ്ങി. കാറൂൺ മനസ്സിലായി ബന്ധപ്പെട്ട് പോവാണെന്ന്. ഭൂമിന്റെ തൊഴിൽപ്പുറത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആരായി. അതങ്ങോട്ട് ഭൂമിക്ക് താവുമ്പോഴാണ് മനസ്സിലായ. ആറും പറഞ്ഞ എന്നെ രക്ഷപ്പെടുത്തുന്ന മൂസാന്ന്. ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, ഒരുപാട് ദുബായി കഴിഞ്ഞതാണ്. പിന്നെ ധിക്കാരം മൂത്തപ്പം അള്ളാഹു എടുത്ത നിലപാടാണത്. അവിടെ മൂസാനബി ഒന്നും പറഞ്ഞില്ല. മുട്ടുവരെത്തി ഭൂമി വീഴിട്ട്. അപ്പൊ കാറൂൺ ചോദിച്ചു, രക്ഷപ്പെടുത്തിക്കൂടെ? മൂസാ നബി സ്വലാം കോട്ട താഴ്ത്തിട്ട് അരവരെത്തി. അപ്പോഴും മൂസാ നബിനെ വിളിച്ചു നോക്കി. മൂസാ നബി സ്വലാം കഴുത്തു വരെത്തി. മനുഷ്യൻ വളരെ ഒറ്റയ്ക്കാണ് കഞ്ചിട്ട് വീണായി വീണതല്ല. കാണാൻ പറ്റുന്ന പോലത്തെ ഇങ്ങനെ അത്യത്തി കൊണ്ടുപോകണം. കഴുത്തിന്റെ അടുത്തി ചോദിച്ചു മൂസാ നബിനോട്. മൂസാ നബി പറ്റില്ല, പോട്ടെ. കാരണം ഇതുപോലുള്ള അഹങ്കാരികൾ ഭൂമിയിൽ തൊഴിൽപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം കാറൂണാണ് അള്ളാഹു പറഞ്ഞു, കാറൂൺ ഇത്ര നേരം മൂസ എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? ഒരു പ്രാവശ്യം അള്ളാഹ് എന്നെ രക്ഷിക്കാൻ പറഞ്ഞു രക്ഷിച്ചത്. ധിക്കാരം കാണിച്ചപ്പോഴും റബ്ബായ അള്ളാഹു കാരണത്തിന്റെ മുഖം കാണിച്ചു കൊടുത്തു. കാറൂൺ ഈ ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി ഞാൻ എന്റെ കഴിവും സാമർത്ഥ്യവും യോഗ്യതയും ഉപയോഗിച്ചിട്ടാണ് നേടിയെടുത്തത് എന്ന് നീ പറഞ്ഞപ്പോഴും ഞാൻ എന്നെ ഈ ഒരു നിലപാടിൽ എത്തിച്ചപ്പോഴും അപ്പോഴെങ്കിലും അട്ടൊന്ന് അള്ളാഹ് ഇത് ഉദ്ദേശിച്ച് ചെയ്ത് തന്നെ എന്നെ രക്ഷപ്പെടുത്തണെന്ന് പറഞ്ഞു ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോഴെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു അള്ളാഹ് കാറൂൺ വിളിക്കാൻ നോക്കിയിട്ടുണ്ട്. കാറൂണിനെ താഴ്ത്തി അവന്റെ കോട്ട കൊത്തളങ്ങളിൽ താഴ്ത്തി. ഫുൾ സമ്പത്തിന്റെ താഴ്ത്തികൾ. സമ്പത്ത് തെറ്റാണ് ചെയ്തത്. സമ്പത്ത് ചെയ്തത് എന്തിനാണ് അയച്ചു കളഞ്ഞത്? അയച്ചു കളഞ്ഞത് ഇന്നോടും നിങ്ങളോടുള്ള അള്ളാന്റെ കാരണം കണ്ടില്ല. എന്ത് കാരണം? ഒന്നെ സമ്പത്ത് നിങ്ങളോടുള്ള കാരണം, എന്നോട് നിങ്ങളോടുള്ള കാരണം. പിന്നീട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അധികാരത്തിലെത്തി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അധികാരത്തിലെത്തി. ബനീ ഇസ്രായേലിനെ കൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരം വാണരുന്നപ്പം ഞാനിതൊന്ന് താരീഖ് പഠിച്ചിട്ട് പറഞ്ഞേനെ. കാറൂനെ ഭൂമിയിലേക്ക് അയറ്റിയപ്പം അവന്റെ സമ്പത്ത് മുഴുവൻ മൂസാ അലൈഹിസ്സലാമിനെ കിട്ടുകയും സമ്പത്ത് ഉപയോഗിച്ച് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മേൽക്കോയ്മ നേടുകയും ചെയ്തു എന്ന് പറഞ്ഞേക്കാം. അള്ളാഹു പറഞ്ഞു, എന്റെ അടിമനെ മേൽക്കോയ്മയിലേക്കും അവനെ അധികാരത്തിലേക്കും കൊണ്ടുവരാൻ എനിക്ക് സമ്പത്തിന്റെ ആവശ്യമില്ല. കോട്ടെ കാറൂന്റെ സമ്പത്തും കൂടി അള്ളാഹു അയച്ചിട്ടുണ്ട്. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. കാര്യങ്ങൾ നടത്തുന്നത് അള്ളാഹു മാത്രമാണ്. അവനാണ് നടത്തുന്നത്. അവനല്ലാതെ വേറെ ആർക്കും നടത്താൻ കഴിയില്ല. ആർക്കും നടത്താൻ കഴിയും. അള്ളാഹു അവന്റെ ഖജനാവിന് ഉമ്മന്റെ മരണത്തിലുള്ള മക്കൾക്ക് പാല് നൽകുന്നു. പാപ്പക്കും ബന്ധമില്ല, ഉമ്മക്കും ബന്ധമില്ല, കുടുംബക്കാർക്കും ബന്ധമില്ല, ഒരാൾക്കും ബന്ധമില്ല. എല്ലാവരും പച്ചയായ അംഗീകരിക്കുന്ന സത്യമാണ്. പിന്നെന്താണ് ഒരു നേരത്തെ ചോറ് തരാനാണോ അള്ളാഹ് ബുദ്ധിമുട്ട്? ലോക്ക്ഡൌൺ വന്നു. 5-8 മാസം ഒരു പണിക്കും പോയില്ല. എല്ലാവരും അവരെ വീട്ടിൽ ആദ്യത്തെ 1-2-3 മാസം ഫുള്ള് വീട്ടിന്റെ ഉള്ളിൽ നിന്നു. എന്നിട്ട് ആരെങ്കിലും എന്തോ പട്ടിണി എടുത്തിരുന്നു. ഏറ്റവും കൂടുതൽ തിന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ കുട്ടികളെ കുപ്പായൊക്കെ കൊള്ളാതായി തടിച്ച കുട്ടികള്. ചിക്കൻ അങ്ങോട്ട് പോയ ചിക്കൻ ഇങ്ങോട്ട് പോവുക. ഫുള്ള് പരീക്ഷണങ്ങളുടെ കാലയളവിൽ ഒരു റിസർച്ച് തന്നെ നടന്നു. എന്തിന് ഫുഡിൽ ആരാ തന്നത്? എല്ലാവരും പഠിക്കുന്നില്ലേ? നിങ്ങൾ പറയും
കളിപ്പിക്കാം. അല്ലാഹു നാളെ ചോദിക്കും, നിനക്ക് ദൃഷ്ടാന്തായിട്ട് കൊറോണയുടെ പേരിൽ ഞാൻ ഉണ്ടാക്കി തന്നിരുന്നല്ലോ, ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ. നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല. എല്ലാ കാര്യം നടത്തുന്നില്ലേ? ഹോസ്പിറ്റലുകളില്ല, ഒറ്റ ഹോസ്പിറ്റലില്ല. ആർക്കും അറ്റാക്കില്ല, ആർക്കും പ്രശ്നമില്ല, സർജറിയില്ല, ഒരു പരിപാടിയില്ല. ഇത്ര വാർത്തക്ക് കൊണ്ടുവന്നാല് മുഴുവൻ അസ്ബാബുകളെയും ഒത്തി മുറിച്ചിട്ട് ഇലാഹി കുതിർത്ത് കൊണ്ട് ഡയറക്റ്റ് വെച്ച് കാണിച്ചു. ഫുൾ ഭരണം ആയിരുന്നു പ്രത്യക്ഷത്തിലല്ല, അധികാരികൾ വരെ വ്യക്തി വരച്ചിട്ടുള്ളത്. ആരുമില്ല, പോലീസുകാരില്ല, പട്ടാളക്കാരില്ല, എല്ലാവർക്കും പേടി. ആരും പുറത്തു കയറിയില്ല, ഡോക്ടർക്കും പേടി, എല്ലാവർക്കും പേടി. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചു? സുഖമായിട്ട് പ്രസവിച്ചു ആൾക്കാർ, അറ്റാക്കില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്ര സർജറി രക്ഷപ്പെട്ട ആൾക്കാർ ഫുള്ള് കൊണ്ടുവരുന്നത് അല്ലാഹുവിനാണ്, നമ്മളല്ല. ഇതിനൊരു മനസ്സിലായത് രണ്ടാമത് തുറന്നപ്പോ നമ്മൾ പിരി പറഞ്ഞു. ആര് നമ്മൾ തുറന്നപ്പോ നമ്മൾ പിരി പറഞ്ഞു, നമ്മളെ പ്രോട്ടീൻ അതിലേക്ക് നടക്കൂല, എന്തിനാണ് സമ്മതിക്കില്ല, അള്ളാഹുവിലേക്ക് നടക്കൂല. അള്ളാഹു പ്രാശരിക്ക് ചോദിക്കുന്ന എന്താ അടിമക്ക് അള്ളാഹ് ഞാൻ ചോദിക്കല്ല, അള്ളാഹു ചോദിക്കാം എന്താ അടിമക്ക് അല്ല പോരെ? മദീന് വരെ എളുപ്പമാണ്. മദീന് നാവുകൊണ്ടല്ല പറയേണ്ടത്. എന്തുകൊണ്ട് പറയണം? ജീവിതം കൊണ്ട് പറയണം. എനിക്ക് അർത്ഥം മദീന് വിളിച്ചാൽ എത്താൻ കഴിയണം, എത്താൻ കഴിയണം. എന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്റെ ഹബീബിനെ പിൻപറ്റണം എന്ന് പറയാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. നമുക്ക് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് അലർജി, ഞങ്ങളുടെ സുന്നത്തിനോട് നമുക്ക് വെറുപ്പ്. ഞങ്ങളാണെങ്കിൽ ടോപ്പ് മൂക്കിൻ ആഗ്രഹത്തിനെത്തും പറയാം. ഞങ്ങളുടെ സുന്നത്തിനോട് വെറുപ്പുള്ളവൻ എങ്ങനെ നാളെ അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാക്കും? അവർ വാദിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അവകാശവാദം ഉണ്ടെങ്കിൽ, എന്ത് ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെന്ന് അവർക്ക് വാദം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേക്കും എന്നെ പിൻപറ്റാൻ. അതായത് നബിയെ തങ്ങളെ പിൻപറ്റാൻ അവരോട് പറഞ്ഞേക്കും. ആരല്ലാന്റെ ഇഷ്ടം കാണിച്ചിട്ടുണ്ടോ അവർക്ക് മുഹമ്മദ് സാഹസം തങ്ങളെ പിൻപറ്റാൻ അത്യാവശ്യമാണ്. നബി തങ്ങളെ പിൻപറ്റാത്തവന് അള്ളാന്റെ സ്നേഹം. എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിഖാനഹി സക്ത. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളകത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു അടിമക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിൽ വിശ്വസിക്കുന്നത്? എന്റെ വിശ്വാസത്തിന്റെ അളവെത്രയാണ്? എത്ര രൂഢമൂലമായ യഖീനാണ് എന്റെ അന്തരാളത്തിലുള്ളത്? എനിക്കറിയാം, എനിക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിഖാനഹി സക്ത മുഹമ്മദുർ റസൂലുള്ളാഹ് ശുബ്ബാനഹി സക്ത. മുഹമ്മദ് റസൂലുള്ളാഹ് ഒളിപ്പിക്കാനും കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് ഒളിപ്പിക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിന്റെ യഖീൻ, മുഹമ്മദ് റസൂലുള്ളാഹ് ബാഹ്യമായ കോലം. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആരാണ്, ഇല്ല ആരാണ് അല്ലാത്തതെന്ന് വേർതിരിച്ചറിയാൻ പറ്റും. നമുക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം വേണമെങ്കിൽ ഞങ്ങളെ പിൻപറ്റിയേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിൻപറ്റാതെ അള്ളാഹുവിന്റെ ഇഷ്ടം സ്വന്തമാക്കാൻ കഴിയില്ല. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അവരുടെ സുന്നത്തിനോട് അത്ര മഹബത്തുണ്ടായി. അവരുടെ ജീവിതത്തിൽ സുന്നത്തുകളെ കൊണ്ട് അവർ നിറച്ചു. അവരെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാതായി. മസ്ജിദിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സഹാബാക്കൾ ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് അറിയാത്ത ഒരാൾ വന്നാൽ മൻ മിൻകും മുഹമ്മദ്, ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചാൽ ചോദിക്കുകയില്ല. കാരണം അറിയില്ല, കണ്ടാൽ. എന്തുകൊണ്ട് കണ്ടാൽ അറിയില്ല? എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയായി. ആരെ പോലെയായി? നബി ശാസനങ്ങളെ പോലെയായി. കാരണം അത്ര ജീവിതത്തിൽ സുന്നത്തുകളെ ചേർത്ത് പിടിച്ചു. സുന്നത്തുകളെ ചേർത്ത് പിടിച്ചു. ഒരു സ്നേഹന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹുവിന്റെ വിശ്വാസം ദൃഢമാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സഹായം അവൻ ഇറക്കിക്കൊണ്ടേയിരിക്കും. അത് വാങ്ങാനുള്ള വഴിയുടെ പേരാണ് നിസ്കാരം തന്നെ. നിസ്കാരം വഴി വേറെ ഒരു സാധനമല്ല.
നിസ്കാരം എന്ന് പറഞ്ഞത് അള്ളാഹുവിനോട് സഹായം വാങ്ങാനുള്ള ഒരു ദരിയ, ഒരു മാർഗമാണ്, ഒരു മാധ്യമമാണ്. എപ്രകാരം ബാങ്കിൽ നിന്ന് പണം എടുക്കാനുള്ള ഒരു മാർഗമെന്ത് ATM കാർഡ് പൈസ എടുക്കാനുള്ള ഒരു മാർഗമാണ്. അവിടെ കൊണ്ടുവരാ, കുത്തുക, എടുക്കുക. ഇതേപോലെ മുമ്മിന് അള്ളാഹുവിന്റെ ഖജനാവ് വാങ്ങാനുള്ള സാധ്യതയുടെ പേരാണ് നിസ്കാരം. നിസ്കാരത്തിൽ ചടങ്ങൊന്നല്ല. നമുക്ക് സൗകര്യം ഉണ്ടാവും. ഈ മട്ടപ്പാറ കുട്ടികൾ ഞാൻ ചെറിയ തിരക്കിലാണ്. ആർക്ക് വേണം നമസ്കാരം? ആർക്ക് വേണം നമസ്കാരം? അള്ളാഹു നമ്മുടെ നിസ്കാരത്തിന്റെ പേരിൽ അധികാരം നിലനിർത്തുന്ന ആളാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കല്ലോ. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഏറ്റവും വലിയ ചമ്മാടിയുടെ ഹൃദയമായാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു മുടിയിലാവും പോലും കുറയില്ല. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഏറ്റവും തഖ്വയുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം പോലെ ആയാലും അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു തറാൻ കൂടാനും നമ്മളാരും നിസ്കാരത്തിന് നോക്കുമ്പോഴല്ല അള്ളാഹ് അധികാരം നിലയ്ക്കുന്നത്. ഇവിടുത്തെ സംഘടന, ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ വോട്ട് കിട്ടുമ്പോ ജയിക്കുന്നത് പോലെ അള്ളാഹ്മാരെല്ലാവരും കൂടി നിസ്കരിച്ചെടുത്ത അധികാരം നിലക്കും, എല്ലാവരും കൂടെ ഒഴിവാക്കിയ കാര്യത്തിൽ പോകും. ഇല്ല വൈ നിസ്കാരം എന്തിങ്ങളെ ആവശ്യത്തിനുള്ളതാണ്. നിസ്കാരം എന്തിങ്ങളെ ആവശ്യത്തിനുള്ളതാണ്. എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തിക്കൂടി. ചടങ്ങിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണ്ട, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തിക്കൂടി. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ളതാണ് നിസ്കാരം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ക്ഷമിക്കും, പിന്നെ നിങ്ങൾ നിസ്കാരം വഴിയായി അള്ളാഹിനോട് സഹായം ചെയ്യും. അള്ളാഹിനോട് സഹായം ചെയ്യാനുള്ള രണ്ട് ഉപാധികൾ, രണ്ട് വഴികൾ അള്ള വെച്ചതുകൊണ്ട് ക്ഷമിക്കലാണ്. രണ്ടാമത്തേത് നിസ്കാരം. നിസ്കാരത്തെ അള്ളാഹിന്റെ സഹായം ചെയ്യും. وَأْمُرْ أَهْلَكَ بِالصَّلَاةِ وَاصْطَبِرْ عَلَيْهَا لَا نَسْأَلُكَ رِزْقًا نَحْنُ نَرْزُقُكَ وَالْعَاقِبَةُ لِلتَّقْوَى. നബിയെ താങ്കൾ തങ്ങളുടെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. വസ്തബിർ അലൈഹ, തങ്ങളും അതിൽ കൃത്യനിഷ്ഠത പാലിക്കുക. ലാ നസ്അലുക റിസ്ഖാ, നാം ഒരിക്കലും നിങ്ങളോട് ഉപജീവനം ചോദിക്കില്ല. നഹ്നു നർസുഖുക, നിങ്ങൾക്ക് ഉപജീവനം തരുന്നത് ഞാനാണ്. നമുക്ക് ഉപജീവനം തരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തിക്കോളി. ജമാഅത്തുമായി നിസ്കരിക്കുന്ന ആൾക്ക് 5 രീതിയിൽ അള്ളാഹു ബഹുമാനിക്കുമെന്ന് പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞത് അവരുടെ ജീവിത പ്രയാസം ബഹുമാനി കൊടുക്കുന്നു. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ ഇപ്പോഴും അറിയില്ല. നമ്മൾ അയാൾ അധികാരത്തിൽ നമ്മളെ പ്രശ്നം തീരും, ഇന്ന ആളെ കുറച്ച് പൈസ നമ്മളെ പ്രശ്നം തീരും, നമ്മളെ മക്കളൊക്കെ പഠിച്ച് അതായി കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീരും. അതൊക്കെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. ഇതൊന്നും ആയാലും നമ്മുടെ പ്രശ്നം തീരില്ല. നമ്മുടെ പ്രശ്നം തീരാനുള്ള വഴി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഹൃദയത്തിൽ യാഥാർത്ഥ്യമാവുക. നിസ്കാരം അത് അള്ളാഹുവിന്റെ ഖജനാവിൽ വാങ്ങാനുള്ള ഉപാധിയെ സമീപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിസ്കാരം ഏറ്റവും നല്ല നിലയാണ്. നമ്മൾ നിസ്കരിക്കൽ മാത്രമേ ഉള്ളൂ, നിസ്കാരം നന്നാക്കാനുള്ള പണി നടക്കില്ല. നിസ്കാരം നന്നാക്കാനുള്ള പണി നടക്കില്ല. നിസ്കരിക്കുന്നില്ല. മക്കളോട് നമ്മൾ പോയി നിസ്കരിച്ചിട്ട് വന്നാണ് പറയുന്നത്. മോനെ നിസ്കാരം നന്നാക്കണം എന്ന് പറയില്ല. കാരണം നിസ്കാരം നന്നാക്കാനുള്ള കൂടി നമുക്ക് അറിയില്ല. നമ്മൾ ഇമാമിന്റെ കൈ കെട്ടിയാൽ കൂത്തി കൊടുക്കണമായിരിക്കും. പിന്നെ ആ ഇമാമ അങ്ങനെ പോകും, അതിന്റെ കൂട്ടത്തിൽ ആരും പോകും. നമ്മൾ പോയി കൊടുക്കുമ്പോ സലാം നമ്മൾ നീച്ച് വായിക്കും. നമുക്കൊരു സമാധാനം. മാഷാല്ലാ മഴയും കഴിഞ്ഞു, മാഷാല്ലാ അസർ കഴിഞ്ഞു, മാഷാല്ലാ ദൂര കഴിഞ്ഞു. ഇതൊക്കെ സ്വീകരിച്ചില്ല. ആർക്കും ആരും പ്രശ്നമില്ല. ഇല്ല സാധാരണ നിസ്കാരം പ്രശ്നത്തിന് പരിഹാരം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് നീ മതി. എന്താ അടിമക്ക് അള്ളാഹു എനിക്ക് മതി, അള്ളാഹു ഈ മതി. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീകുണ്ടത്തിലിടാൻ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു പറഞ്ഞു. ഉലമാക്കൾ എഴുതുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തീയിൽ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ടതിനേക്കാളും വലിയ പരീക്ഷണം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വരവായിരുന്നു. തീയിലിനേക്കാളും വലിയ പരീക്ഷണമായിരുന്നു ജിബ്രീലിന്റെ വരവ്. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ജിബ്രീൽ എനിക്ക് പോകാൻ നിൽക്കുന്ന അള്ളാഹ് ഇതിൽ എന്നോട് നിങ്ങളോട് കഴിയണം. എന്റെ ജീവിതത്തിൽ അള്ള മതി. എന്റെ പണം അല്ലെങ്കിൽ എന്റെ കൃഷി, എന്റെ കുടുംബക്കാരന്റെ അടിയന്റെ കുഞ്ഞവൻ വേറൊന്നും ഉണ്ടായിട്ട് എനിക്ക് കാര്യമില്ല. കാര്യം മതി. എപ്പോഴാ അള്ള മതി എന്ന് പറയാൻ കഴിയാൻ അള്ളാന്റെ കുതിർത്ത് താപത്തിൽ നമ്മൾ യക്കീനുണ്ടാവുമ്പോൾ എനിക്ക് അള്ള മതി എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് പറയാൻ കഴിയില്ല. വഴി തരാൻ പറഞ്ഞു. എന്നാൽ അയാളെ ചെയ്തെടുക്കാൻ കൊടുക്കാണ്ട് അപ്പൊ ഒരു സാധാരണ കാക്കാണ്. അത് പ്രശ്നം കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പറഞ്ഞാൽ നമുക്ക് നേരെ മറിച്ച് വലിയൊരു വണ്ടികൾക്ക് വന്ന് നമുക്ക് ഒരാളാണ് പിന്നെ ഇതിന്റെ ഓണറാണ്, ആ ബിൽഡിംഗ് ഫുൾ ആയതാണ്, ഈ ബിൽഡിംഗ് ഫുൾ ആയതാണ്. അയാളെ പറഞ്ഞത് അത് സാറിന് ആ പൈസ തന്നെ നാളെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അയാളെ നമുക്ക് അറിയാം. മറ്റേ കാക്ക നമുക്ക് അറിയില്ല.
ഇതേവരെ നമ്മൾ അള്ളാൻ അറിയാതെ എന്റെ അള്ളാൻ പ്രശ്നത്തിൽ ഇടപെടുന്ന അറിയാതെ അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹ് വിട്ടുകൊടുക്കുന്നത്. നിങ്ങൾ അള്ളാഹ് വിട്ടുകൊടുക്കുകയും അള്ളാഹുവിന്റെ മേൽ പരമേൽപ്പിച്ചോ അവൻ അള്ളാഹു മതിയായവനാണ്. ഒരു വലിയ നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ വലുതായിട്ടുണ്ടാവില്ല, അത് കേട്ട് പുറത്തേക്ക് വന്നു. ഇത് ഉണ്ടാവാൻ മനുഷ്യൻ അധ്വാനിക്കണം. എല്ലാത്തിനും വേണ്ടി അധ്വാനിക്കുന്നത് പോലെ എല്ലാത്തിനും പരിശ്രമിക്കണം പോലെ എം ബി എട്ടാൻ പരിശ്രമിക്കണം, നീന്തൽ പഠിക്കാൻ പരിശ്രമിക്കണം, ഡ്രൈവർ ആവാൻ പരിശ്രമിക്കണം, എല്ലാത്തിനും പരിശ്രമിക്കണം. ഇതേപോലെ യഖീൻ ഉണ്ടാവാൻ പരിശ്രമിക്കണം. തങ്ങളും സഹാബാക്കളും ഏറ്റവും കൂടുതൽ പണിയെടുത്തത് യഖീൻ ഉണ്ടാവാനുള്ള പരിശ്രമത്തിന്. അതുകൊണ്ട് ഈ പരിശ്രമമാണ് ചെയ്യുന്നത്. ഈ പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ പുറപ്പെടാൻ. ഓരോ മനുഷ്യനും അവന്റെ ഭാര്യയും അവരുടെ കുട്ടികളും അവരുടെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ അവനവന്റെ ആവശ്യമുള്ള സാധനം വേഗമെടുത്തവൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു പള്ളിയിൽ പോയി അവരുടെ നിശ്ചയിച്ച് അവിടെ ഇതിന്റെ കാര്യങ്ങൾ കേട്ടു പറഞ്ഞു. ഒഴിവുള്ള സമയത്ത് ബസാറിലൊക്കെ ഇറങ്ങി ആൾക്കാരോട് അള്ളാഹിനെ പറ്റി പറഞ്ഞു, ഇടവഴിയും വെളിയിലൊക്കെ പോയി അള്ളാഹിനെ പറ്റി പറഞ്ഞു. വൈകുന്നേരം തിരിച്ചു വന്നു. മകന് ശേഷം ഇഷാക്ക് ശേഷം ആൾക്കാരെ കൂട്ടി വീണ്ടും അള്ളാഹിനെ പറ്റി പറഞ്ഞു. അള്ളാഹിന്റെ താത്തത്തെ കുറിച്ച് പറഞ്ഞു. ഇഷാക്ക് ശേഷം മോനെ എഴുന്നേറ്റ് അവൻ ഭക്ഷണം തന്നെ കഴിച്ച് കിടന്നുറങ്ങി. രാത്രി എഴുന്നേറ്റ് വന്നു അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് എത്തിയില്ലെന്ന്, ഞാൻ എന്റെ കുട്ടികളല്ലത്, ഞാൻ എന്റെ ഭാര്യയും മക്കളൊക്കെ തൽക്കാലം വിട്ട് നിന്നോടുള്ള ഒരു എന്റെ ഹൃദയം യഖീനായി നാം ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴി ഈമാന്റെ വഴി ഞാൻ വന്നതാണ്, നീ പാഴാക്കരുതെന്ന് പറഞ്ഞാൽ അള്ളാഹു കരുണയുള്ളവനാണ്. അവനെ ഉണ്ടാക്കുന്നത് പാഴാക്കുക. ശരിക്കും നമുക്ക് നേരമില്ല. പൈസക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, കച്ചവടത്തിന് വേണ്ടിയിട്ട് ചെയ്യപ്പെട്ട് കിടക്കാൻ തിന്നാനും കൂടി കിട്ടില്ല. പാമ്പും തൊഴുത്തുന്നതിനോട് പട്ടിണി കിടന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടത് വിറ്റിട്ട് കായുണ്ടാക്കി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു 3 ദിവസം പള്ളി കിടക്കാൻ പറ്റില്ലെങ്കിൽ ഇത് റബ്ബായ അമ്മ നോക്കിക്കുക. 30 കൊല്ലം പകരയില്, 42 കൊല്ലം ഖത്തറില് ഇതൊക്കെ ജീവിക്കാൻ നമുക്ക് 3 ദിവസം പള്ളി കിടക്കാൻ പറ്റില്ല. ആരോടെ പറഞ്ഞത് പറ്റൂലെന്ന്? അള്ളാഹിനോടോ? അതുകൊണ്ട് സ്വാതന്ത്ര്യമായി ഞങ്ങൾ തുറന്നു പറയണം. ദീനിന്റെ ദഅവത്തിന്റെ ദുനിയയിലെയും വാഴാൻ പ്രശ്നം ഒരു സംഭവമില്ല. ഓരോ മനുഷ്യനും അവന്റെ റബ്ബുമായിട്ട് അടുക്കാനുള്ള ഉയർന്ന വഴിയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് പരസ്യമായി നമ്മളെ മുന്നിൽ ആൾക്കാർ വരുന്നുണ്ട്. ജോലി തിരക്കുള്ള ആൾക്കാർ, വലിയ വലിയ കച്ചവടക്കാർ, ഇവരൊക്കെ വേഗം വരികയാണ്. എന്നിട്ട് ഓരോ ആരോടൊന്നും ചോദിക്കില്ല. ഓരോരോ അള്ളാഹുവിന്റെ ബന്ധുവെച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ചില്ലെങ്കിൽ പോയിട്ട് നമ്മൾ ആശ്രത്തെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം യഖീൻ ഉണ്ടാക്കേണ്ട സമയമുണ്ട്. അള്ളാഹുവിനെ കരുതണം, മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കണം. അതുകൊണ്ട് സാധാരണ സ്നേഹമാരെ തിരക്കിന്റെ ഇടയിൽ ആർക്കും ഒഴിവുണ്ടാവില്ല. എന്നാ മരിക്കാനും കൂടി അറിയില്ല. അതിലേക്ക് മരണത്തിലേക്ക് നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ എന്റെ ഈമാൻ ഉണ്ടാക്കാൻ, എന്റെ അമലുകൾ നന്നാക്കാൻ ഞാൻ അള്ളാഹുവിന്റെ